ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സീസണിൽ അത്ഭുതകരമായ നേട്ടങ്ങളാണ് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോ സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് സൗത്ത് അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗായ കോപ്പ ലിബർട്ടഡോറസ് സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ബ്രസീലിയൻ ലീഗും അവർ തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിനെല്ലാം കാരണക്കാരനായത് പരിശീലകനായ ഫിലിപ്പെ ലൂയിസ് ആണ്. അദ്ദേഹം വന്നതിന് ശേഷം നിരവധി കിരീടങ്ങളാണ് ഫ്ലമംഗോ വാരിക്കൂട്ടുന്നത്. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ അത്ര പന്തിയല്ല. ഫിലിപ്പെ ലൂയിസിന്റെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. ഈ കരാർ പുതുക്കുന്ന കാര്യത്തിൽ വലിയ സങ്കീർണതകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് സാലറിയുടെ കാര്യത്തിലാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. നിലവിൽ ബ്രസീലിൽ ഏറ്റവും കുറവ് സാലറി ലഭിക്കുന്ന പരിശീലകരിൽ ഒരാളാണ് ഫിലിപ്പെ ലൂയിസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ഡിമാൻഡ് ഉയർത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ ബ്രസീലിൽ ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്ന പരിശീലകനായിക്കൊണ്ട് മാറാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാലറിയാണ് കരാർ പുതുക്കുന്നതിന് വേണ്ടി ഫ്ലമംഗോയിൽ നിന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അത്രയധികം സാലറി നൽകാൻ ഫ്ലമംഗോ ഒരുക്കമല്ല. സാലറി വർദ്ധിപ്പിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ഫിലിപ്പെ ലൂയിസ് ആവശ്യപ്പെടുന്ന അത്രയും വലിയ ഒരു തുക നൽകാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ അവരിപ്പോൾ പരിശോധിച്ച് തുടങ്ങി എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗ്ലോബോ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പുതിയ പരിശീലകരെ കൊണ്ടുവരുന്ന കാര്യം ഫ്ലമംഗോ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഫിലിപ്പെ ലൂയിസിന്റെ ഏജന്റായി കൊണ്ടുവരുന്നത് ജോർഹെ മെൻഡസ് ആണ്. അദ്ദേഹത്തിന് കൂടി ഇവിടെ കമ്മീഷൻ ആവശ്യമാണ്. നിലവിൽ പാൽമറാസിന്റെ പരിശീലകനായ എബൽ ഫെരേരയാണ് ഏറ്റവും കൂടുതൽ സാലറി കൈപ്പറ്റുന്ന ബ്രസീലിലെ പരിശീലകൻ. അദ്ദേഹത്തെക്കാൾ ഉയർന്ന ഒരു സാലറിയാണ് ഫിലിപ്പെ ലൂയിസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ അത് നൽകാൻ ഇപ്പോൾ ഫ്ലമംഗോ ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സങ്കീർണമാണ്. പുതിയ ഒരു പരിശീലകനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഫ്ലമംഗോ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.